എൻ്റെ പേര് ചന്ദ്രബാബു എന്നാണ്. കഴിഞ്ഞ 40 വർഷങ്ങളായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് കാട്ടാക്കട ഉൾപ്പെടുന്ന മേഖലകളിൽ ആയിരക്കണക്കിന് കുട്ടികൾക്ക് എക്കണോമിക്സ്, ധനതത്വശാസ്ത്രം എന്ന വിഷയം, ബാലികറ മല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ വിഷയം കൈകാര്യം ചെയ്ത് ഈസി ആയിട്ട് കുട്ടികൾക്ക് ഉയർന്ന മാർക്കുകൾ നേടിക്കൊടുക്കുന്ന രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സാമ്പത്തിക ശാസ്ത്ര വിഷയത്തിലുണ്ടായിട്ടുണ്ട്. പഴയതിനേക്കാൾ ഉപരി മാത്തമെറ്റിക്കൽ ഇംപ്ലിക്കേഷൻ, സ്റ്റാറ്റിക്സിൻ്റെ പ്രാധാന്യം, ഡയഗ്രാംസ്, കാൽക്കുലേഷൻസ് ഇവയൊക്കെ ഇന്ന് എക്കണോമിക്സിൽ കടന്നുകൂടിയിരിക്കുന്നു. ഇത് പ്രത്യേകിച്ചും +2 വിദ്യാർത്ഥികൾക്ക്, BCom കുട്ടികൾക്ക്, BBA പഠിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു പ്രയാസമുള്ള വിഷയമായിട്ട് കുട്ടികൾ കാണുന്നു. പക്ഷേ വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട്, ലഘുവായ മാർഗങ്ങളിലൂടെ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, കുട്ടികൾക്ക് ചുറ്റുപാടുമുള്ള, അവർ വസിക്കുന്ന ചുറ്റുപാടുമുള്ള ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ ക്ലാസ് എടുത്താൽ കുട്ടികൾ ഈ വിഷയത്തെ അമിതമായി സ്നേഹിക്കുക മാത്രമല്ല, അതിലൂടെ ഉയർന്ന മാർക്കുകൾ കിട്ടുകയും ചെയ്യാം. നമുക്കിന്ന് +2 വിദ്യാർത്ഥികളുടെ കാര്യമെടുത്താൽ, ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾക്ക് +2-ൽ എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയം പല കുട്ടികൾക്കും കിട്ടാതെ വരുന്നു എന്നുള്ളതാണ്. കാര്യം ചില ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ആ വിഷയത്തിനോടൊരു വെറുപ്പ് തോന്നുകയും പിന്നെ ആ കുട്ടികൾ പഠിക്കുക, പുസ്തകം പോലും തുറന്നു നോക്കാത്ത അവസ്ഥയാണ്. എന്നാൽ അത് എന്താണ് എന്ന് വളരെ ഈസി ആയിട്ട് അവർക്ക് ചുറ്റുമുള്ള ഉദാഹരണങ്ങൾ കാട്ടിക്കൊടുത്തുകൊണ്ട് പഠിപ്പിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു വിഷയമാണ് എക്കണോമിക്സ്. എക്കണോമിക്സിന് വേറൊരു കാര്യം കൂടിയുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ, വ്യക്തതയോടെ പഠിച്ചു കഴിഞ്ഞാൽ, അത് ശാസ്ത്രമാണ്, പഠിച്ചു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അത്രത്തോളം നല്ലൊരു വിഷയമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആ എക്കണോമിക്സ് വിഷയം അത് +2 ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BBA ആയിക്കോട്ടെ, ഒക്കെ ആ ക്ലാസ്സുകൾ ഞാനിപ്പോൾ നിങ്ങൾക്കായി ഓൺലൈനിലൂടെ നിങ്ങളെ പഠിപ്പിക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. കാര്യം അത് പ്രയോജനപ്പെടുന്നവർക്ക് ഞാനിതാ നിങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരുന്നു. എൻ്റെ ഈ ഒരു സംരംഭത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന പേര് തന്നെ MEMM എന്നാണ്. അതിന് പ്രത്യേകിച്ച് മീനിങ് ഒന്നുമില്ല. അതായത് മിനിമം എഫർട്ട് മാക്സിമം മാർക്ക് എന്നാണ്. മറ്റ് പേരുകളിലൂടെ ഇടേണ്ട കാര്യമില്ല. എക്കണോമിക്സിൻ്റെ വേർഡുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മിനിമം എന്ന് പറയുന്നത്, മിനിമം എഫർട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമം എന്ന് പറഞ്ഞാൽ എക്കണോമിക്സ് പഠിക്കാൻ ഭഗീരഥമായ പ്രയത്നം നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മിനിമം എഫർട്ട് എന്ന് പറയുമ്പോൾ ബുദ്ധിപൂർവമായ ഒരു ശ്രമം, അതിലൂടെ ലഭിക്കുന്നത് മാക്സിമം മാർക്കാണ്. ആ മാക്സിമം സ്കോർ മാർക്ക് ചെയ്ത് എക്കണോമിക്സ് എന്ന് പറയുന്ന വിഷയത്തെ ഇഷ്ടപ്പെടാനും, അത് കഴിഞ്ഞ് നിങ്ങൾ ഉപരിപഠനത്തിന് പോകുമ്പോൾ എക്കണോമിക്സ് മെയിൻ എടുക്കാനൊക്കെ കഴിയും. മാത്രമല്ല, ഒട്ടും പഠിക്കാത്ത, ലേശം എക്കണോമിക്സിന് അമിതമായി വെറുക്കുന്ന കുട്ടിക്ക് പോലും ഒരു 50% മാർക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ക്ലാസ് എടുക്കുവാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. അതിലേക്കായി എല്ലാ കുട്ടികളെയും, എക്കണോമിക്സ് പഠിക്കുന്ന എല്ലാ കുട്ടികളെയും ഞാൻ എൻ്റെ ഈ സംരംഭം, എളിയ സംരംഭം, അതായത് ഈ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.